നമസ്കാരം, എല്ലാവർക്കും പ്രഭാസ് വെജിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഇന്നിവിടെ വന്നത് മലയാളികളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആയിട്ട് കേട്ടോ. മിക്കവാറും എല്ലാവർക്കും ഇഷ്ടമായിരിക്കും ഇത്. കായ വറുത്തത് 4 ആക്കിയിട്ട് കട്ട് ചെയ്തിട്ടാണ് ഓണത്തിന് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുക. അപ്പൊ നമ്മുടെ വള്ളുവനാടൻ സദ്യയുടെ അടുത്ത വിഭവമായിട്ട് കായ വറുത്തതാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഏറ്റവും ഈസിയായി ഉണ്ടാക്കാം, മിക്കവാറും എല്ലാവർക്കും അറിയുകയും ചെയ്യാം. എന്നാലും നമുക്ക് ആ റെസിപ്പി ഒന്ന് നോക്കാം. അപ്പം നമ്മുടെ 4 ആക്കി കട്ട് ചെയ്തിട്ടുള്ള കായ് എങ്ങനെ വറുക്കേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു കുറച്ച് മൂത്ത നേന്ത്രക്കായ് എടുത്തിട്ടുണ്ട്. അതിനെ ഇങ്ങനെ തോല് കളയാൻ നമുക്ക് ഇങ്ങനെ വരഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് കായുടെ തോലൊക്കെ കളയാൻ പറ്റും. കായത്തോലും പോഷക സമൃദ്ധമാണ്, കറികളായിട്ട് ഉപയോഗിക്കാം. അപ്പം ഇത് റെഡി ആയിട്ടുണ്ട്. 3 എണ്ണമാണ് എടുക്കുന്നത്. അതിൽ മഞ്ഞപ്പൊടി ഇട്ട വെള്ളത്തിലാണ് ഞാൻ ഇടുന്നത്. ഇനി നമുക്കിതിനെ 4 ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഏകദേശം കട്ട് ചെയ്യുമ്പോൾ എല്ലാം ഒരേ വലിപ്പത്തിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വേവ് ഒരേപോലെ ആവും. ഇല്ല എങ്കിൽ പലതും പല വേവായിട്ട് ടേസ്റ്റ് കറക്റ്റായി വരില്ല കേട്ടോ. അപ്പം ഇത് റെഡി ആയിട്ടുണ്ട്. ഞാനിതിനെ നന്നായിട്ട് ഇനി ഒന്ന് കൈകൊണ്ട് പിഴിയല്ല, ജസ്റ്റ് ആയിട്ട് ഒന്ന് കൈകൊണ്ടാക്കിയിട്ട് വെള്ളം കളഞ്ഞ് വെക്കും. ഇനി കുറച്ച് ഉപ്പിട്ട വെള്ളമാണ്. ഉപ്പ് കുറച്ച് മുൻപിലേക്ക് നിൽക്കണം. ഒരു 1/4 വേവാകുമ്പോൾ ഇതിൽ ഉപ്പ് വെള്ളം അതിലേക്ക് തളിച്ചു കൊടുക്കണം. എന്നാലേ കായയിൽ ഉപ്പ് പിടിക്കൂ. ഇതപ്പോൾ എണ്ണ റെഡി ആയിട്ടുണ്ട്, ചൂടായി തുടങ്ങി. ഇനി അതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുക്കുമ്പോൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം കേട്ടോ, കൈ കൊള്ളാതെ. ഇനി അതിനെ ഇങ്ങനെ കോരിക്ക് കൊണ്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇളക്കി കൊടുക്കണം. ഇല്ല എങ്കിൽ അത് കട്ട പിടിക്കും. അപ്പം തന്നെ ഇട്ട ഉടനെ തന്നെ ഇത് ചെയ്യണേ. ഇതിൽ കാണിക്കുന്ന പോലെ ഇങ്ങനെ സർക്കുലർ മോഷനിൽ ചെയ്തു കഴിഞ്ഞാൽ ഒന്നും തന്നെ കട്ട പിടിക്കില്ല, എല്ലാം വേവുകയും ചെയ്യും. കട്ടയായി എല്ലാ ഭാഗവും ഒരേപോലെ വേവില്ല. ഇടയ്ക്കിടയ്ക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടാം. ഇതിപ്പോൾ ഒരു 75% വേവ് ആവാറായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പുവെള്ളം തളിച്ചു കൊടുക്കാം. ഉപ്പുവെള്ളം തളിച്ചു കൊടുക്കുമ്പോൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം കേട്ടോ, കാരണം പൊള്ളാതിരിക്കാൻ ശ്രദ്ധിക്കണേ, അത് പെട്ടെന്ന് തെറിക്കും. ഇപ്പം ഇത് ഏകദേശം ആവാറായിട്ടുണ്ട്. കായ വറുത്തതാവുന്നത് അതിൻ്റെ സൗണ്ടൊക്കെ കണ്ടോ, അതിലൊരു സൗണ്ടും ഇല്ല. ബബിൾസ് ഒക്കെ നിന്ന് കഴിഞ്ഞാൽ കായ വറുത്തതായി. എന്താ ഇവിടെ ഒരു മണം അറിയൂ, വെളിച്ചെണ്ണയുടെയും ഇതും കൂടിയിട്ട്. വെളിച്ചെണ്ണയിൽ വറുക്കുമ്പോഴാണ് ഏറ്റവും ടേസ്റ്റും മണവും. പക്ഷെ കുറച്ച് കൂടുതൽ ദിവസത്തേക്ക് വെക്കണമെങ്കിൽ വെളിച്ചെണ്ണയിൽ വറുക്കാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ. ഇതപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് കോരിയെടുത്ത് മാറ്റാം. ഇതേപോലെ മറ്റുള്ളതും റെഡിയാക്കാം നമുക്ക്. മറ്റുള്ളതും കൂടി നമുക്ക് ബാക്കിയുള്ളതും കൂടി വറുത്തെടുക്കാം. ഇപ്പം ഇതാ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. പെട്ടെന്ന് ഉണ്ടാക്കാം, അഡൾട്രേഷൻ ഇല്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടും. എണ്ണയൊന്നും ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അധികം കുടിച്ചിട്ടില്ല. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്